നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് കേസുകൾ ഏറെ നാളായി വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നടപടികളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഓരോന്നായി സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ തന്നെ ഒട്ടനവധി രാഷ്ട്രങ്ങൾക്കാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഇതിനോടകം വിലക്ക് പ്രഖ്യാപിച്ചത്. കര അതിർത്തി മാത്രമല്ല, വ്യോമ അതിർത്തികൾ കൂടി ഇതിനോടകം അടച്ചു കഴിഞ്ഞു. എന്നാൽ കോവിഡ് കേസുകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ കുവൈറ്റ് 2 തീവ്രപരിചരണ വാർഡുകൾ കൂടി സജ്ജീകരിച്ചിരിക്കുകയാണ്. പ്രതിദിനം 30ഓളം രോഗികളെ സ്വീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് തിരക്ക് നിയന്ത്രിക്കാൻ ജാബിർ ആശുപത്രിയിൽ 2 വാർഡുകൾ കൂടി ഇതിനോടകം കുവൈറ്റ് അധികൃതർ സ്ഥാപിച്ചിട്ടുള്ളത്. ഷെയ്ഖ് ജാബിർ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ നാദിൽ അൽ അവാദിയാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. തീവ്രപരിചരണ രോഗികളിൽ കൂടുതലും പ്രായമായവരും മാറാരോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുമാണെന്നും മിക്ക പേരുടെയും നില ഗുരുതരമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നിലവിൽ 1021 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത്. അണുബാധ നിരക്ക് ഇരട്ടിയാകുന്നതും കൂടുതൽ രോഗികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും മറ്റൊരു വൈറൽ തരംഗത്തിന്റെ സൂചന കൂടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത് ഏറെ ആശങ്കയാണ് നൽകുന്നതെന്ന് ജാബിർ ആശുപത്രിയിലെ അനസ്തേഷ്യ തീവ്രപരിചരണ വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ റിഹ അറിയിക്കുകയുണ്ടായി. ജനങ്ങൾ ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. കുവൈറ്റിൽ ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടൊപ്പം തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.